സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകാൻ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരെന്ന് കമ്മീഷന്റെ ഉത്തരവും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാശ്രയ സ്ഥാപനങ്ങളെ ഇനി പൊതുസ്ഥാപനങ്ങളായി പരിഗണിക്കും എന്നതാണ് പ്രത്യേകത. തിരുവനന്തപുരത്ത് നിന്ന് എ വി ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. ഈ സ്വാശ്രയ സ്ഥാപനങ്ങളെയും പൊതുസ്ഥാപനങ്ങളായി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള സാധാരണക്കാരുടേതടക്കമുള്ള ചോദ്യങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരുമാണ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രജീന ആൻഡ് ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വളരെ നിർണായകമായ ഈ സ്വാശ്രയ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിലാണെന്ന തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. അമരവിളയിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി നൽകിയ അപേക്ഷയുടെ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ഈ വിദ്യാർത്ഥി തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചില രേഖകൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി, പക്ഷേ അത് നൽകാൻ സാധിക്കില്ലെന്ന തരത്തിൽ അവർ മറുപടി നൽകി. ഇതിൽ നൽകിയ അപ്പീലിലാണ് വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ഈ കോളേജ് അധികൃതർ പറയുന്നത് തങ്ങൾ സർക്കാർ ഫണ്ടിലല്ല പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരല്ല എന്നാണ്. പക്ഷേ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വാശ്രയ കോളേജുകൾ തുടങ്ങുന്നത് നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒപ്പം ഇവർ വിതരണം ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റാണ്. ഒപ്പം തന്നെ ഇത്തരം കോളേജുകളുടെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് തന്നെയാണെങ്കിലും ഈ കോളേജുകൾക്ക് സർക്കാർ സൗജന്യ നിരക്കിൽ വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം ആരെങ്കിലും അപേക്ഷ നൽകിയാൽ അത് നൽകാൻ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ഇതുണ്ടാവാൻ സാധ്യതകളുള്ള ഒരു ഉത്തരവാണ്. കാരണം നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവിടെ മിക്കപ്പോഴും വിവരാവകാശ നിയമവുമായൊക്കെ ചെല്ലുമ്പോൾ സ്വകാര്യ സ്ഥാപനം എന്ന സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്ന സാഹചര്യമാണ്. ഇനി എന്തായാലും കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ഈ കമ്മീഷൻ ഉത്തരവ് കൊണ്ടുള്ള ഗുണം. എന്തായാലും വിവരാവകാശ നിയമം അതിൻ്റെ എല്ലാവിധ സാധ്യതകളിലേക്കും കടക്കട്ടെ. ആളുകൾക്ക് എല്ലായിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. വളരെ മികച്ച ഒരു ഉത്തരവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കമ്മീഷൻ ഇറക്കിയത്. എന്തായാലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു പൊതുജനങ്ങളെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ്. പ്രജീന ആൻഡ് ക്രിസ്റ്റീന. ശരി, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. അത് നല്ലൊരു കാര്യമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന പേരിൽ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ഇനി ആർക്കും പറ്റില്ല.